everybody, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Raunt. Let's watch it. എന്നാ സാറേ? ഇണക്കുരുവികളാ സാർ പറന്നു പോകാൻ നോക്കണേ. ശരി Oh man. എന്തായാലും പെട്ടെന്ന് വരൂ. കുഞ്ഞിന് നല്ല പനിയാ, ഛർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യോ നീ ടെൻഷനാണ്, ഞാൻ അതേ വരാം. ഇവിടെ ആരുമില്ല, നല്ല മഴയും പെയ്യുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നു. നീ റെഡി ആയിട്ട് തോന്നുന്നു, ഞാൻ അതേ വരുമോ? ഇപ്പൊ തന്നെ വരാം. ലൊക്കേഷൻ പോയി ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വന്നിട്ട് നീ കയറി, ഞാൻ വണ്ടി എടുക്കും. ബൈക്കുണ്ട് സാർ. നാട്ടുകാരുടെ ആവശ്യം മാത്രമല്ല നമ്മുടെ അത്യാവശ്യം നടക്കുന്നത്. നീ കയറി. चलो अच्छा है. അവനിപ്പോഴെങ്കിലും എത്തുമോ മോളെ? വന്നോണ്ടിരിക്കും. ആ ദേ വന്നു. ഇപ്പുറത്ത് പോയി നോക്കാനല്ലേ? എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിരിക്കാ മതി. ऐसे अच्छा है ये. हाँ. थोड़ा चलचल करता है. Actually वो ये हाँ experience है. മരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു സാറേ, കുറഞ്ഞോളൂന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാ ഛർദ്ദിച്ച, പിന്നെ പനിയും കൂടി. നമുക്ക് അപ്പൊ വിളിക്കാൻ പറ്റായിരുന്നു അവര്. ഇത്രയും കൂടുതൽ ഞാൻ ഓർത്തില്ല. തുറക്കുന്നില്ലല്ലോ. ഇതിനെ അവിടുന്ന് നോക്കിയതാ. ടെമ്പറേച്ചർ നോക്കൂ. बच्चे लोगों को कुछ होता है ना फटाफट करते हैं. अरे रे. സാറേ, ഇവര് ഏത് ദിവസം നോക്കിയതാ? എന്റെ അമ്മയും ഭാര്യയാണോ? അവര് ഏത് ലോഡ്ജിൽ നിന്ന് ബുക്ക് ചെയ്യുന്നതാണെന്ന് അറിയണോ? अरे रे 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 रे. ഞാൻ അടയ്ക്കാൻ പോയത്. ഞാൻ അടച്ചോ. ശരി. വാ, നമുക്ക് അടച്ചിട്ട് വരാം. अरे रे. നമ്മുടെ നാടല്ലേ, നാളെ പെട്ടെന്നൊരു ഹർത്താൽ വന്നു. നിന്റെ അമ്മയോ ഭാര്യയോ പെങ്ങളോ ആരെങ്കിലും വണ്ടി കിട്ടാതെ വഴി നിന്ന് കഴിഞ്ഞാൽ പോലീസുകാരായിരിക്കും അവരെ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടാകുന്നത്. അപ്പൊ പോലീസ് വണ്ടിയെ കയറി എന്ന് പറഞ്ഞിട്ട് നീ അവരെ വെടിയെന്ന് വിളിക്കുമോ? ചെല്ലേ. सही बराबर बोला. One two mobile to answering. എന്തോ സാറേ കേസ്? ഒരു സ്ത്രീ എന്തോ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ഡിപ്രഷൻ പേഷ്യന്റ് എന്തോ. अरे बाबा. ഈ ജോജോയുടെ വലുതാ. ഇത് തന്നെ സാറേ. വേണ്ട. ഒന്ന് വേഗമാവൂലേ? पकड़ लो उसको बचा लो. Then? Oh no no no. नहीं नहीं जिंदा है. She's gone.
क्या चल रहा है भाई? कोई दिखा रहा है कि पुलिस वालों को क्या क्या फेस हाँ। करना है। ഒരു 174 ഉണ്ട്. സ്ത്രീയാണ്. ബന്ധുവസിന് ആരെയും കൊണ്ടൊന്ന് വിടണേ. പെട്ടെന്ന് വേണം. ലൊക്കേഷൻ ഞാൻ ഇപ്പോൾ വാട്സപ്പ് ചെയ്യാം. P12 മൊബൈൽ ടു കോളിൽ. ഈ ബോഡി ബന്ധുവസിനുള്ള പോലീസുകാർ അവിടെ പോന്നിട്ടുണ്ടോ? റോജർ. क्या स्ट्रेस है यार काम में। നീ മോഹം കഴിക്കും. മോഹം കഴിക്കും. उसके लिए बहुत स्ट्रेस है। एक तो वो नया बंदा है, तो बहुत हलबला हो गया है। വണ്ടി എടുത്തോ. നേരെ വിളിച്ചിട്ട് इतना स्ट्रेस बाबा, हमको तो देख के स्ट्रेस आ रहा है। वॉचिंग दिस, हाँ उनको दे फेस इट। उसको सुसाइड वाली चीज पसंद ही नहीं आ रही, क्योंकि उसके डैड ने भी किया है ना। तो उसकी वाइफ भी है ना थोड़ी, ഒന്നുമില്ല, കുറച്ച് നേരം മാങ്ങ കിട്ടിയത് കൊണ്ടുവന്ന നല്ല കൊണ്ടുവന്നില്ലേ ഇന്നലെ പറയാന്ന് പറഞ്ഞേ. നീ കിടപ്പില്ലായിരുന്നോ? നീ കിടന്നു ഉറങ്ങിക്കോ. എനിക്ക് പോ. ഇല്ല കിടന്നോ, എനിക്ക് പോകാൻ പണിയുണ്ട്. वो केयरिंग भी है और वो थोड़ा ब्रूटल भी है। बट वो समझ रहा है ना और सिचुएशन उसको एक्सपीरियंस है ना। अभी भी रात खत्म नहीं हुई। മനസ്സിന് തോന്നില്ല സാറേ, ഇത് കടിച്ച് എല്ലാം പൊക്കോളും. അടിക്കടാ.
കൈ കിടന്ന് മരിക്കുന്നു. ഞാനടക്കമുള്ള എല്ലാ പോലീസുകാരുടെ മനസ്സിൽ അവസാനം അങ്ങനെ ഒരു ശവത്തിന്റെ ഓർമ്മയുണ്ടോ? അത് പോണെങ്കിൽ പുതിയതൊന്നും കാണണം, അത്രേ ഉള്ളൂ. സാറേ ശരിയാ വെച്ചത്. क्राइम सीन का दारू पी रहे हो लोग। खत्म नहीं करना। अरे रे അമ്മ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നോണ്ടിരിക്കുവാ. ഇങ്ങോട്ട് രണ്ടാൾ ഹെൽമെറ്റ് ഒന്നും ഇല്ല സാറേ. എൻ്റെ അമ്മ താലൂക്ക് അഡ്മിറ്റാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് സാറേ, താലൂക്ക് ആശുപത്രിയിലേക്കാണ്. താലൂക്ക് ആശുപത്രി ഈ വഴിക്കില്ലേ? വന്ന് കയറി പോയാൽ സോറി സാർ. അനുസരിച്ച് സാർ ഓവർ. ഞാനിപ്പോ തന്നെ പോയി നോക്കാം സാർ. ഓവർ. നീ അവിടെ പോ. വണ്ടി വഴിയിലോട്ട് നോക്കിയിട്ട് ഫീസ് സ്ഥലത്ത് പോകണം സാർ. പിന്നെ പാതിരായ്ക്ക് വല്ല പോരുപോരാളിലൂടെ കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന പുള്ളി ആൾക്കാരെ വിളിച്ചാൽ ഫോണിൽ നിർത്ത് പോകാം. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നീ നേരത്തെ വിട്ട് വൈകാറുണ്ട്. വല്ല പൈലറ്റും പോയതായിരിക്കും മണൽ വേണ്ടിയിട്ട്. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടാ അങ്ങനെ നമുക്കിട്ടുണ്ടാക്കുന്നത്. സാറേ ഞാനാണ് സാറേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. സാറേ എൻ്റെ ചേട്ടൻ്റെ മോൻ അരുണിനെ ഇവിടെ പിടിച്ചോണ്ട് സാർ. अरुण വീടിന്റെ പുറകത്തെ വാതിൽ എല്ലാം പൊളിച്ചിട്ടേക്ക് സാർ. वो कोई अरुण नहीं। वो अरुण नहीं था। സാറേ അടുക്കള മൊത്തം തല്ലി തീർത്തിട്ടേക്ക് സാർ. വേറെ ആരുമില്ലായിരുന്നു സാറേ. അരുണിന്റെ പെങ്ങൾ ആശുപത്രി പ്രസവിച്ച് കിടക്കുക. ഒരു കേസില്ല സാർ. ഈ സംഭവം നടന്നപ്പോഴായാലും സാറേ ഒരു 3/4 മണിക്കൂറോളായിരുന്നു സാർ. നിങ്ങളാണ് കണ്ടേ? സാർ ഞാനല്ല സാർ, അപ്പുറത്തെ വീട്ടുകാരാണ്. അപ്പുറത്തിന്റെ സൗണ്ട് കിട്ടുന്നുണ്ട്. किसी को उठा के लेके गए थे। ये वो जिप्सी वाले, ये वो जिप्सी वाले। തിരിച്ചറിയോ? ഇല്ല സാറേ, ഇവിടെയും കണ്ടിട്ടില്ല. ആ സാറേ, ഞാൻ വണ്ടിയിലെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത വീട്ടിലേക്ക് ഒരു സംഭവം നടന്നിട്ട് പോലീസിനെ വിളിക്കാൻ എത്ര വൈകിയത്? ഇക്കായ്ക്ക് ഞാൻ ഫോണിൽ ആരെയും വിളിക്കുന്ന ഇഷ്ടമല്ല സാറേ. ഇക്കാനെ അറിഞ്ഞ फीमेल्स को कितना ये होता होगा ना। പെട്ടെന്ന് ട്രേസ് ചെയ്യണം. ആ പയ്യനെ പിടിച്ചോണ്ട് പോയ കേസാ. ആ SHO ഒന്ന് വിളിച്ചു പോകട്ടെ. ആ നിങ്ങളെ രാവിലെ പയ്യന്റെ അച്ഛനെ കൂടി സ്റ്റേഷനിൽ വന്നിട്ട് പരാതി എഴുതണം. ശരി ശരി ശരി. SHO വിളിച്ചിട്ട് കിട്ടുമല്ലോ. നീ വിളിച്ചു നോക്കിയല്ലോ? കിട്ടിയില്ല. നാളെ മാർച്ചുണ്ട് കുഴപ്പമില്ലേ? അതായത് വിളിച്ചിട്ട് എടുക്കാത്തോ? ആ വണ്ടിയുടെ കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? തെറാപ്പി നോക്കി വേണ്ട ജിപ്സി കിട്ടുന്നില്ല. നമ്മൾ ചെക്ക് ചെയ്ത് ജിപ്സിയാണല്ലോ. 44417122. ഹലോ സോറി റോങ് നമ്പർ ആയിരുന്നേ. ഏതോ സ്ത്രീയാണ്. എവിടെ നോക്കി എഴുതിയത്? ലൈസൻസ് മാത്രം നോക്കിയുള്ളത്. നമ്പർ പറഞ്ഞ പോലെ അത് നേരെ വിഴിഞ്ഞി. ഇന്നലെ പൊട്ടന്മാരോടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. അരണമാരെ കിട്ടിയപ്പോ നിന്റെ കയ്യിൽ ഉണ്ടോ? അതിന് വലിയ ഒബ്സർവേഷൻ ഒന്നും വേണ്ട. കുറച്ച്
കോമൺ സെൻസ് ഉണ്ടായിരുന്നു. നീ വെച്ച് കൊണ്ടാടിക്കുന്ന കാര്യം പറ. സാറേ നമ്മൾ ആദ്യം ജിപ്സി ചെക്ക് ചെയ്തപ്പോഴും പിന്നെ ഒളിക്കൊക്കെ വലിയ ചവന്മാർ നമ്മളെ ക്രോസ് ചെയ്ത് പോയപ്പോഴും കൂടെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു. ഈ പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു, സെയിം കളർ. പിന്നെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നത് നവീൻ ഇലക്ട്രീഷ്യൻ ആണെന്നല്ലേ പറഞ്ഞത്. നമ്മളിപ്പോൾ പോയ വീട്ടിൽ ആരുടെ ഇലക്ട്രിക്കൽ പണിയൊക്കെ ചെയ്യുന്നവരാണ്, അവിടെ കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടാകും. ഈ നവീൻ ആരുടെ വീട്ടിലേക്കാണ് പോയതെങ്കിലും ചിലപ്പോൾ അവന്മാർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും അവിടെ പിടിച്ചോണ്ട് പോയി. ജിപ്സി ഇല്ല സാറേ, അല്ല എന്റെ മൂത്തച്ഛന്റെ ഫ്രണ്ടിന് ഒരു ജിപ്സി ഉണ്ട്, അതിടയ്ക്ക് വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. ആ ഫോട്ടോ അതെ അതെ അത് തന്നെയാണ് സാർ. നാട്ടിൽ കണ്ടോ? മര്യാദ ഫോൺ എടുത്തു എന്നിട്ട് ആ പിള്ളേരെ കൊണ്ടു കിട്ടുള്ളൂ. ലീലി ദുബായി കാണത്തില്ല, ഒരു കോപ്പ് കാണത്തില്ല, പിടിച്ചാൽ അതൊരു പറഞ്ഞേക്കാം. ഇങ്ങനെ വേഷം കെട്ടോ ഞങ്ങളെ കിട്ടിയില്ലേ എന്ത് സംഭവിച്ചല്ലേ എനിക്ക് ഇതിന്റെ അവസ്ഥ മനസ്സിലാകും. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും നിനക്ക് തരാം. നിനക്ക് നിന്റെ പെങ്ങളെ തിരിച്ചു കിട്ടിയാൽ പോരെ. അതിനെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ഞാൻ ദേവന്മാരെ കൊണ്ടുപോകാം. എടാ നിന്റെ പെങ്ങള് സ്റ്റേഷനിലുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ പറയണേ. നീ ഒരു കാര്യം ചെയ്യും, വീഡിയോ കോൾ ഞാൻ കാണിച്ചത്. ഇതല്ലേ തന്നെ പെങ്ങള് പുള്ളി ദൈവന്റെ കൂടെ ജോലിയിരിക്കുന്നത്. गया। This Damn. is crazy यार. अभी कैसा होगा ना कि लाइक अभी ये केस बढ़ेगा और वो बंदा फंस जाएगा जिसको इन्होंने किडनैप किया है और ना। ये तो लोग ने भी दारू पी है, कुछ उधर उल्टा ना हो। हाँ वो वो एक है, है। बट वो बंदा the other police inspector he was so scared like he cannot see वो that thing ना। सुसाइड वाला सीन ना। Suicide वाला अरे बंदा। मैं स्ट्रेस इतना देखिए, स्ट्रेस इतना एक आ तो गया बच्ची ना। को बुखार, देखिए ऊपर से फिर ये केस वो केस, अरे कितना अभी तक स्ट्रेस। वो रात खत्म नहीं हो रही है, मतलब कैन यू सी Imagine guys, this is a 2.5 hour movie, right? And we are feeling so much stress. So- Imagine हम लोग 8 9 10 घंटा they do this duty they daily. do baba। Man, this is crazy. Okay, let's see what's gonna happen next. Meanwhile take care। Bye bye.